ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു വെറൈറ്റി വീഡിയോ ആണ്. വേടന്റെ കടുത്ത ആരാധകരായിട്ടുള്ള രണ്ട് ഉമ്മമാരെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് എന്റെ ഉമ്മുമ്മ ജമീല ബീവി, രണ്ടാമത്തത് എന്റെ ഉമ്മ നദീറ ബഷീർ. ഇവര് വേടന്റെ ആരാധകരാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സ്ഥിരം വേടന്റെ പാട്ടും കാറിലൊക്കെ ഇട്ട് പോകുമ്പോ ഞാൻ കരുതി ഞാൻ മാത്രമാണ് വേടന്റെ പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഈ തലമുറ മാത്രമേ വേടനെ ആസ്വദിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ എത്തിയപ്പോ ഉമ്മാടെയും ഉമ്മുമ്മാടെയും ഫോൺ എടുത്ത് നോക്കിയപ്പോ നിറയെ വേടൻ റാപ്സ് ആണ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്ന് അവരോട് ചോദിച്ചറിയാൻ ശ്രമിക്കാം. ഉമ്മ, വേടന്റെ ഏത് പാട്ടാണ് ഉമ്മാക്ക് ഇഷ്ടം? പിന്നെ വേടൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെടാൻ കാര്യം? വേടന്റെ പാട്ട് ഇഷ്ടം. ഏത് പാട്ട് ഇഷ്ടം? എടുത്ത് പറയത്തക്ക പാട്ട് ഏതെങ്കിലും? വേടന്റെ എല്ലാ പാട്ടും ഇഷ്ടമാണെന്നാണ് ഉമ്മ പറയുന്നത്. വേടന്റെ സംസാരം പാട്ടെല്ലാം നല്ല അർത്ഥമുള്ള പാട്ട്. എന്തർത്ഥമാണ് ഉമ്മാക്ക് തോന്നിയത്? ഇഷ്ടപ്പെട്ട ഏതെങ്കിലും അർത്ഥം പറയും നിങ്ങൾ? അതൊന്നും അറിഞ്ഞൂടാ, എല്ലാ ആഴ്ചയും എനിക്ക് അർത്ഥം ഇഷ്ടം. വേടന്റെ ഓരോ വാക്കുകളും ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി മമ്മി ഇപ്പൊ ഒരു പാട്ട് പാടിത്തരും, നോക്കിക്കോ. മമ്മി സ്വന്തം രീതിയിൽ അതിന് ടോണൊക്കെ മാറ്റി, മ്യൂസിക്കൊക്കെ മാറ്റി. പക്ഷെ ആ വരികളാണ് മമ്മിയും. മരത്തിന്റെ മനം മുറിഞ്ഞ് കാക്കി ഭൂതങ്ങൾ വനം നിറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ. വനമകളൊരുത്തി നിന്റെ മാറുതുളഞ്ഞല്ലോ, മനവും തകർന്നു പെരുങ്കാട് കരഞ്ഞല്ലോ. മലയിരുവടുക്കും മരുവിരളം നിറഞ്ഞു അറുകമ്പുൽ കരഞ്ഞല്ലോ. പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചോരെല്ലാം ആര്. ഇന്ന് ചത്തു നീതിക്കൊപ്പം നേര് കുരുതിക്ക് കൂട്ടുനിന്നവരാര്. ഇതാണ് വേടന്റെ പ്രസക്തി. അതായത് യുവാക്കള് മാത്രമല്ല വലിയ ഉമ്മമാരും അമ്മമ്മമാരും അമ്മമാരും എല്ലാവരും വേടന്റെ വരികൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഉള്ളിലൊരു അല്പം നന്മ ഉണ്ടായിരുന്നാൽ മതി, ഉള്ളിൽ ചുറ്റുപാട് തിരിച്ചറിയാനുള്ള ഒരു അല്പ വിവേചനം മതി വേടനെ ഇഷ്ടപ്പെടാൻ. കൂടുതലൊന്നും വേണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.